ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറുടെ പൊടുന്നനെയുള്ള രാജി പാർലമെന്ററി ജനാധിപത്യത്തിൽ രാഷ്ട്രീയ ഭരണ നേതൃത്വവും പാർലമെന്റും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. അത് കേന്ദ്രഭരണത്തിന് നേതൃത്വം നൽകുന്ന ബിജെപിയുടെ ആഭ്യന്തര ബലതന്ത്രത്തെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റുന്നു. കാലാവധി പൂർത്തിയാവും മുമ്പ് ഉപരാഷ്ട്രപതി പദവിയിൽ നിന്നുള്ള രാജി രാജ്യത്ത് ഇതാദ്യമല്ല. അവരിൽ ചിലർ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് വേണ്ടിയാണ് തങ്ങൾ വഹിച്ചിരുന്ന പദവി രാജിവെച്ചത്. എന്നാൽ ജഗ്ദീപ് ധൻഖറുടെ രാജി രാഷ്ട്രീയ വൃത്തങ്ങളിൽ, പ്രത്യേകിച്ചും അദ്ദേഹത്തെ ആ പദവിയിലേക്ക് ഉയർത്തിയ ബിജെപി വൃത്തങ്ങളിൽ തെല്ലൊന്നുമല്ല അമ്പരപ്പുണ്ടാക്കിയത്. ബിജെപിയെയും അത് നേതൃത്വം നൽകുന്ന കേന്ദ്ര ഭരണകൂടത്തെയും കലവറയില്ലാതെയും എല്ലാ പാർലമെന്ററി മര്യാദകളും കാറ്റിൽ പറത്തിയും രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ സഭയ്ക്കുള്ളിലും പുറത്തും ഒരുപോലെ സംരക്ഷിക്കുകയും വിമർശകരെ കടന്നാക്രമിക്കുകയും ചെയ്തു പോന്നിരുന്ന വ്യക്തിയുടെ രാജിയോടുള്ള ബിജെപിയുടെ പ്രതികരണം ആ അമ്പരപ്പ് വ്യക്തമാക്കുന്നുണ്ട്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ജൂലൈ 21 തിങ്കളാഴ്ച രാജ്യസഭാ സംബന്ധമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് ധൻഖർ തന്റെ രാജിപ്രഖ്യാപനം നടത്തിയത്. ആ ദിവസത്തെ സഭാ നടപടികളിലും കാര്യോപദേശക സമിതിയുടെ 2 യോഗങ്ങളിലും സ്വതസിദ്ധമായ ശൈലീവിശേഷത്തോടെ തന്നെ ഉപരാഷ്ട്രപതി പങ്കെടുത്തിരുന്നു. രാജ്യസഭയിൽ വരും ദിവസങ്ങളിലെ നടപടിക്രമങ്ങളെപ്പറ്റി വിവരിച്ച ധൻഖറുടെ ഓഫീസ് അടുത്ത ദിവസങ്ങളിലെ അദ്ദേഹത്തിന്റെ പൊതുപരിപാടികളെ പറ്റിയുള്ള അറിയിപ്പും പുറത്തുവിട്ടിരുന്നു. അന്ന് വൈകിട്ട് 4:30 ചേർന്ന കാര്യോപദേശക സമിതി യോഗത്തിൽ ബിജെപി പ്രസിഡന്റ് JP നദ്ദ, പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു എന്നിവർ പങ്കെടുത്തിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. പാർലമെന്ററി മര്യാദകളും കീഴ്വഴക്കങ്ങളും കാറ്റിൽ പറത്തി പ്രതിപക്ഷത്തിന്റെ എല്ലാ അവകാശങ്ങളും ചവിട്ടിമെതിച്ച് തികച്ചും പക്ഷപാതിത്വപരമായി സഭാധ്യക്ഷ പദവി നിർവഹിച്ചു പോന്ന ധൻഖറെ പാർട്ടി കൈയൊഴിയുന്നുവെന്നതിന്റെ സൂചനയായിരുന്നു BJP നേതാക്കളുടെ കാര്യോപദേശക സമിതി യോഗത്തിലെ അഭാവമെന്ന് പിന്നീട് വ്യക്തമായത്. പൊടുന്നനെ ധൻഖറുടെ രാജിയിലേക്ക് നയിച്ചത് BJPയുടെ നിശബ്ദ താൽപര്യങ്ങൾക്ക് യോജിക്കാത്ത വിധം വിവാദ ജസ്റ്റിസ് യശ്വന്ത് ശർമ്മയെ തൽസ്ഥലത്ത് നിന്നും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന പ്രതിപക്ഷ നോട്ടീസ് അംഗീകരിച്ചതാണെന്ന ഊഹാപോഹം ശക്തമാണ്. ജസ്റ്റിസ് വർമ്മയുടെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നോട്ടുകെട്ടുകൾ കുത്തിനിറച്ച് ചാക്കുകെട്ടുകൾ ഭാഗികമായി കത്തിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. വിഷയത്തിൽ BJP അംഗങ്ങൾക്ക് മേധാവിത്വമുള്ള നോട്ടീസ് ലോക്സഭയിൽ ചർച്ച ചെയ്യാൻ സ്പീക്കർ ഓം ബിർള അനുമതി നൽകിയിരുന്നു. രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന് മേൽക്കൈ ലഭിക്കുന്നത് തങ്ങളുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്നതാവാം ധൻഖറെ കൈയൊഴിയാൻ BJP നിർബന്ധിതമാക്കിയത് എന്നതാണ് ഒരു ആഖ്യാനം. എന്നാൽ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളുടെ പേരിൽ പാർലമെന്റിന്റെ വിചാരണ നേരിടുന്ന അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ യാദവിന്റെ വിചാരണയിലേക്ക് ഇത് വഴി തുറക്കുമെന്ന ആശങ്കയും BJP വൃത്തങ്ങളിൽ ശക്തമാണ്. അത്തരം ഊഹാപോഹങ്ങളുടെ പ്രസക്തിക്കപ്പുറം BJPയുടെ അകത്തളങ്ങളിൽ ഉരുണ്ടുകൂടുന്ന അസ്വരസ്യങ്ങളുടെ പ്രതിഫലനമായി വേണം ഉപരാഷ്ട്രപതിയുടെ രാജി വിലയിരുത്തപ്പെടാൻ. ജനതാദളിലും കോൺഗ്രസിലും പയറ്റിത്തെളിഞ്ഞാണ് ധൻഖർ BJPയിൽ നങ്കൂരമുറപ്പിച്ചത്. പശ്ചിമ ബംഗാൾ ഗവർണർ, ഉപരാഷ്ട്രപതി എന്നീ നിലകളിൽ മോദി ഷാ ദ്വയങ്ങളുടെയും BJP സംഘപരിവാർ വൃത്തങ്ങളുടെയും വേട്ടനായ റോൾ ഭംഗിയായി നിർവഹിച്ചു വരവേ പൊടുന്നനെ നാടകത്തിന് തിരശീല വീണിരിക്കുകയാണ്. ഭരണത്തിന്റെ ശീതള ഛായ തേടി BJPയിൽ വിലയം പ്രാപിച്ച പലരും നേരിട്ട തിക്താനുഭവമാണ് ധൻഖറും നേരിടുന്നത്. ഈ രാജിയുടെ പിന്നിലെ അന്തർനാടകം എന്തെന്നറിയാൻ ഏറെ കാത്തിരിക്കേണ്ടി വരില്ല എന്ന് കരുതാം. ആകാശത്തിന് കീഴെയും അതിനു മീതെ ക്ഷീരപഥത്തിലുമുള്ള എന്തിനേയും ഏതിനേയും പറ്റി സമൂഹ മാധ്യമങ്ങളിൽ വാചാലനാകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജിയോടുള്ള സംക്ഷിപ്ത പ്രതികരണം ധൻഖറുമായുള്ള മോദിയുടെ ബന്ധത്തിലെ മരവിപ്പാണ് വ്യക്തമാക്കുന്നത്. BJP സംഘപരിവാർ വൃത്തങ്ങളിലെ നിശബ്ദതയും ശ്രദ്ധേയമാണ്. പശ്ചിമ ബംഗാൾ ഗവർണർ, ഉപരാഷ്ട്രപതി, രാജ്യസഭാ അധ്യക്ഷൻ എന്നീ നിലകളിലുള്ള ധൻഖറുടെ പ്രകടനം തികച്ചും വിവാദപരവും ജനാധിപത്യ മര്യാദകൾക്കും ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധവുമായിരുന്നു. ഒരുപക്ഷെ BJPയോടും സംഘപരിവാറിനോടുമുള്ള തന്റെ വിധേയത്വം തെളിയിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അദ്ദേഹം. രാജാവിനെയും കടത്തിവെട്ടുന്ന രാജഭക്തിയുടെ വികൃതാനുകരണമായി ജഗ്ദീപ് ധൻഖർ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ സ്ഥാനം പിടിച്ചേക്കാം. പക്ഷേ ധൻഖറുടെ ചരിത്രം അവസാനിക്കുന്നില്ല. അതിന്റെ കൂടുതൽ പരിഹാസ്യമായ ആവർത്തനത്തിനു വേണ്ടിയായിരിക്കാം തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് സംഭവിക്കുന്ന മൂല്യച്യുതിയുടെയും അപഭ്രംശത്തിന്റെയും അപമാനകരമായ അധ്യായത്തിനാണ് തൽക്കാലം വിരാമമായിരിക്കുന്നത്.